നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടിയാണ് ഇന്ന് അതിഥിയായി നമുക്കൊപ്പം എത്തിയിരിക്കുന്ന അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം മിനിസ്റ്ററെ, ഇപ്പോൾ കൊല്ലത്തെ തേവലക്കര സ്കൂളിലെ മിഥുൻ്റെ മരണത്തിൻ്റെ ഞെട്ടലിലും ദുഃഖത്തിലുമൊക്കെയാണ് അങ്ങും ഞാനും നമ്മളടങ്ങുന്ന കേരള സമൂഹം ഒട്ടാകെയും. ഈ മിഥുൻ പഠിച്ചിരുന്ന 8B ക്ലാസ്സിന് സമീപത്തു കൂടിയായിരുന്നു ഈ വൈദ്യുതി ലൈൻ പോയത്. മാത്രമല്ല, ഈ വൈദ്യുതി ലൈനിന് സമാന്തരമായി ഒരുപാട് ക്ലാസ് മുറികളും ഉണ്ടായിരുന്നു. റോഡിൽ നിന്ന് തന്നെ നോക്കുമ്പോൾ കാണാം മിനിസ്റ്ററെ, ആ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ഒരു വരുത്തി വെച്ച ദുരന്തം തന്നെയല്ലേ? അതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പറഞ്ഞോളൂ മിനിസ്റ്ററെ, കേൾക്കാം. വൈദ്യുതി വകുപ്പിൻ്റെ വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വൈദ്യുതി വകുപ്പിൻ്റെ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരായ ശക്തമായ നടപടി ഉണ്ടാവും. വിശദമായി അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിലിപ്പോൾ 2 പ്രാഥമികമായ അന്വേഷണ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ KSEBയുടെ ലൈനുകൾ പരിശോധന നടത്തി ആവശ്യം വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് വൈദ്യുതി ബോർഡിന് ഇപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. സുരക്ഷാ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും തയ്യാറല്ല എന്ന് ഇവിടെ ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മിനിസ്റ്റർ, ഇതിപ്പോൾ KSEB അങ്ങോട്ട് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും ഈ മാനേജ്മെന്റ് അതിനോട് പ്രതികരിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രതികരിച്ചില്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർ അതിൽ കണ്ണടയ്ക്കുകയാണോ മിനിസ്റ്ററെ വേണ്ടത്? അവർ ഈ വിഷയം ശക്തമായി ഉയർത്തണ്ടേ? മനുഷ്യരല്ലേ അവിടെ പഠിക്കുന്നത്, ഇന്നോ ഇന്നലെയോ അല്ല ഈ ഒരു. അത് വേണ്ട. അതിനെക്കുറിച്ച് അത് വിദ്യാഭ്യാസ വകുപ്പും പോലീസും മറ്റേ ഇലക്ട്രിസിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയ ശേഷമല്ലേ നമുക്ക് നടപടി എടുക്കാൻ പറ്റുള്ളൂ. ആരാണ് കുറ്റക്കാർ, ഇതെന്തുകൊണ്ട് അറിയിച്ചില്ല എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. എന്താ വെച്ചാൽ, ഈ ലൈനിൽ ഒരു കൊമ്പ് ഒരു മരച്ചില്ലി വന്ന് അയാൾ വെട്ടാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു രീതി, അതിന് വലിയ പ്രചരണം കൊടുക്കുന്നൊരു രീതി, ഒരു വാഴ അതിൽ കമ്പിയിൽ വെട്ടാൻ സമ്മതിച്ചില്ല, വെട്ടിയാൽ വലിയ കുഴപ്പമുണ്ടാകുന്നുള്ളൊരു ആ ഒരു സമീപനത്തിൽ നിന്നും മാറ്റവും വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സംഭവത്തിൽ ഇതിപ്പോ ഈ 8 വർഷം മുൻപ് പണിത ഒരു കെട്ടിടമാണ്. അല്ല, ഇതിപ്പോൾ ഒരു 8 വർഷം മുൻപ് പണിത കെട്ടിടമാണ്. മാത്രമല്ല, ഈ കെട്ടിടം പണിയാൻ പഞ്ചായത്തിന്റെ പെർമിഷൻ എടുത്തിട്ടില്ല എന്ന് പറയുന്നു, എന്നാൽ വാങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. ഇതിപ്പോൾ എന്തുമാകാമെന്ന ഒരു മാനേജ്മെന്റ് ധാർഷ്ട്യം കൂടി നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരു നിയമലംഘനം അവിടെ വ്യക്തമാണ്. ഈ കെട്ടിടം പണിതതുമായി ബന്ധപ്പെട്ട് പോലും ഈ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഉണർന്ന് പ്രവർത്തിക്കുന്ന എന്ന ഒരു രീതി, അതായത് ഇപ്പോൾ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കണ്ടതാണ് മിനിസ്റ്റർ. ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞ് ഒരു 5 മിനിറ്റിനകം അവിടെ രോഗികളെ ഷിഫ്റ്റ് ചെയ്ത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുകയാണ്. ഇവിടെ ഇപ്പോൾ ഒരു ദുരന്തമുണ്ടായി, ആ ലൈൻ അപ്പോഴേ മാറ്റി. അപ്പോൾ ഈ ഒരു നില മാറണ്ടേ? ഒരു ദുരന്തമുണ്ടായാൽ മാത്രമേ ഉണർന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്നൊരു നില മാറണ്ടേ? ഇത് ജനങ്ങൾക്കൊരു തെറ്റായ സന്ദേശം കൂടി നൽകുകയല്ലേ? ഇല്ല, ഇവിടെ ഇന്ന് തന്നെ പവർ അവിടെ സപ്ലൈ നിർത്തിയിട്ട് ഇന്ന് തന്നെ അവിടെ കവേർഡ് കണ്ടക്ട് ഇടാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്നും നാളെയായിട്ട് അതിൻ്റെ വർക്ക് കഴിക്കും. എന്ന ശേഷമേ കണക്ഷൻ കൊടുക്കുള്ളൂ. അത് തീരുമാനമാക്കിയിട്ടുണ്ട്. അതിന്ന് തന്നെ അവിടുത്തെ കുട്ടിക്ക് മരിച്ച കുടുംബത്തിന് 5 ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ട്. ഇനിയും വിശദമായ അന്വേഷണം കഴിഞ്ഞാൽ ബാക്കിയുള്ളതും കൂടി കൊടുക്കും. ഈ മരണം നമുക്ക് ഒരു രീതിയിലും ന്യായീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഈ സ്കൂൾ അധികൃതർക്കെതിരെ, അധ്യാപകർക്കെതിരെ അടക്കം കടുത്ത നടപടി ഉണ്ടാകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി അല്പം മുൻപ് പ്രതികരിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായത്തോട് 100% യോജിക്കുകയാണ്. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ വകുപ്പിൻ്റെ കീഴിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അതിലും നടപടി ഉണ്ടാവും. ഓക്കെ മിനിസ്റ്റർ, ഇപ്പോൾ ഇന്നലത്തെ അങ്ങയുടെ പ്രതികരണം, പറഞ്ഞോളൂ മിനിസ്റ്റർ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ എന്താണ് അങ്ങയുടെ ഇന്നലത്തെ അങ്ങ് നടത്തിയ പ്രതികരണം, അല്ലെങ്കിൽ ഇപ്പോഴും നടക്കുന്ന പ്രതികരണം, അതായത് വീഴ്ച ഉണ്ടായാൽ കർശനമായ നടപടി എന്നാണ്. അതുപോലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം, ഇതൊക്കെയാണ് ആ സമയത്ത് വേണ്ടതും, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നതും. ആ സമയത്ത് വേണ്ട ഒരു പ്രതികരണവും ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അങ്ങൊന്ന് നോക്കൂ, ഈ കേരളത്തിൽ നടക്കിയ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന മന്ത്രി കൂടിയാണ് ശ്രീമതി ജെ ചിഞ്ചുറാണി. മന്ത്രി സൂംബ കളിക്കുകയാണ് ഇന്നലെ ഈ ഒരു സമയത്ത്. അതിന് മുൻപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി നടത്തിയ പ്രതികരണവും അങ്ങ് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ഒരു ദിവസം
ദിവസം അങ്ങനെ ഒരു സമയത്ത് മന്ത്രി ഇങ്ങനെ പ്രതികരിക്കുന്നത് ശരിയായിരുന്നോ മിനിസ്റ്ററെ? അല്ല, അതങ്ങനെയല്ല. അതൊരു അന്വേഷണം കഴിയാണ്ട് മന്ത്രിക്കും പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങളിപ്പോൾ അന്വേഷിച്ചപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് അന്വേഷിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ. അവർക്കത് അന്വേഷിച്ചിട്ടല്ലേ, അവർ അന്വേഷിച്ചിട്ടൊരു നിഗമനം എത്താത്ത മിനിറ്റല്ലേ അവർക്ക് എങ്ങനെ പ്രതികരിക്കാൻ പറ്റുക? ഇതാണ് എനിക്ക് പറയാനുള്ളത്. അത് CCTV കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പറയുക. മിനിസ്റ്റർ, ഇതിപ്പോ വർഷങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവസാനിപ്പിക്കാലോ? അല്ല മിനിസ്റ്റർ, ഇപ്പോൾ ഇത് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കുറേ കാലങ്ങളായിട്ട് ഈ വൈദ്യുതി ലൈൻ ഇതുവഴി പൊയ്ക്കൊണ്ട്, ഇപ്പോൾ കോവൂർ കുഞ്ഞിമോൻ MLA അടക്കം പറയുന്നത് അദ്ദേഹം പഠിച്ചിരുന്ന സമയത്ത് പോലും ഈ വൈദ്യുതി ലൈൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു എന്നാണ്. അപ്പോൾ ഇത് പെട്ടെന്നൊരു മാറ്റം പറ്റുമോ ഇവിടെ? അത് പെട്ടെന്ന് മാറ്റി പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെയാണോ? ഇല്ല, കവേർഡ് കണ്ടക്ടർ ഇടും, കവർ ചെയ്ത ലൈൻ ഇടും. അപ്പോൾ ആ പ്രശ്നം ഇപ്പം ഇന്നും നാളെയായിട്ട് അത് ഇട്ട് കഴിക്കാൻ എത്ര ചിലവായാലും ചെയ്യിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് തന്നെ പണി തുടങ്ങും. ഓക്കെ മിനിസ്റ്റർ, ഇപ്പോൾ ഈ അനധികൃതമായിട്ടുള്ള ഷെഡുകളൊന്ന് പൊളിച്ചു മാറ്റാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ മിനിസ്റ്റർ, ഇപ്പം ഈ കൊല്ലത്തിനൊപ്പം തന്നെ ഇന്നലെ നടന്ന മറ്റൊരു സംഭവം കൂടി അങ്ങ് അത് അറിഞ്ഞു ഉണ്ടാവും. മലപ്പുറം നീരാട് സ്വദേശി മരിച്ചതും ഏറെക്കുറെ ഈ വൈദ്യുതി ലൈനിൽ നിന്നും പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റാണ്. രാവിലെ മുതൽ ഈ വിവരമൊക്കെ KSEB അറിയിച്ചിട്ടും അവർ വന്നില്ലെന്നാണ് അവരുടെ പരാതി. പ്രകൃതിക്ഷോഭം വരുമ്പോ പ്രകൃതിക്ഷോഭം ഒക്കെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതിക്ഷോഭം വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവനക്കാരെല്ലാം കൂടി ഓടിയെത്തണ്ട്. ഇത്രയും വലിയ രീതിയിലുള്ള ലൈൻ ഉണ്ട് കണക്ക്. 3 ലക്ഷം കിലോമീറ്റർ ലോ ടെൻഷൻ ലൈനാണ്. 217 ലക്ഷം സ്പേസറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 1423 കിലോമീറ്റർ HT ലൈനും 48 കിലോമീറ്റർ HT ലൈനും അണ്ടർഗ്രൗണ്ട് കേബിൾ ഉപയോഗിച്ച് 686 കിലോമീറ്റർ HT ലൈനും ഏരിയൽ ബെഞ്ച് കേബിൾ ഉപയോഗിച്ച് 3167 കിലോമീറ്റർ LT ലൈനും കവേർഡ് കണ്ടക്ടർ ഉപയോഗിച്ച് 23 കിലോമീറ്റർ LT ലൈനും പുതുതായി നിർമ്മിച്ചു. 471 കിലോമീറ്റർ ലൈനുകളിൽ ഏരിയൽ ബെഞ്ച് കേബിളുകളും ഉപയോഗിച്ചു. 310 കിലോമീറ്റർ HT ലൈനുകളും 3030 കിലോമീറ്റർ LT ലൈനുകളും കവേർഡ് കണ്ടക്ടർ ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. ഈ പ്രവൃത്തികൾക്ക് ഏകദേശം 705 കോടി രൂപ ചിലവായിട്ടുണ്ട്. സുരക്ഷിതത്തിന് വേണ്ടി ഇത്രയും ചിലവഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 2010-11 285, 2011 287 മരണം ഉണ്ടായപ്പോൾ ഇപ്പോൾ 2023 2005 ഉള്ളൂ. അങ്ങനെയാണ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിച്ചത്. അതുകൊണ്ടത് ഒരാളാണെങ്കിലും മരിച്ചത് വലിയ അപകടമാണ് എന്നുള്ളത് ഓർമ്മയുണ്ട്. അപ്പോൾ അതും വരാൻ പാടില്ലാതെ കഴിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വലിയ സഹകരണം, മീഡിയയുടെ ഭാഗത്തും വലിയ സഹകരണം. ഒരു മരക്കൊമ്പ് ലൈനിൽ വീണുകയാണെങ്കിൽ അത് വെട്ടാൻ സമ്മതിക്കില്ല, അപ്പോൾ വലിയ ബഹളം ഉണ്ടാക്കും. അതിൻ്റെ ഇടയിൽ കൃഷി ചെയ്തിട്ട് വലിയ മരങ്ങളാക്കി കൊണ്ടുവരുന്ന വാഴ തന്നെ പോലും മുട്ടുന്ന സ്ഥിതിയിലെത്തുമ്പോൾ അത് വെട്ടാൻ പോയാൽ ഒരു വാഴയുടെ കൈ മുറിക്കുന്നതിന് പകരം ഒരു വാഴത്തോട്ടം ആകെ മുറിച്ചു കളഞ്ഞത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അല്ല, അങ്ങനെയല്ല. അതുണ്ടായതെന്ന് വെച്ചാൽ അത് വളർന്ന് ആ വാഴയുടെ പ്രത്യേക ടൈപ്പ് ഉണ്ട്. ആ വാഴ ലൈനിലേക്ക് എത്താൻ പോകുമ്പോൾ അത് മുറിച്ച് കളയാണ്ട് പിന്നെ കായായ ശേഷം മുറിച്ച് കളയുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ അതിൻ്റെ എന്താണെന്ന് വസ്തുത ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. ആ ഏത് വെറൈറ്റി വാഴയാണെന്ന് പറയും എനിക്കറിയില്ല. അത് 4 അടിയുള്ള വാഴയുണ്ട്, 5 അടിയുള്ള വാഴയുണ്ട്, 15 അടി 16 അടി പോകുന്ന വാഴയുണ്ട്. ഏത് വാഴയാണെന്ന് എനിക്കറിയില്ല. അത് അവിടെ അതിൻ്റെ ചുവട്ടിൽ വന്ന് അതിൽ വിഷമം ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറ്റം പറയുന്ന ഒരു സ്ഥിതി വരാൻ പാടില്ലല്ലോ. അപ്പോൾ എല്ലാവരും നാട്ടുകാരും സഹായിക്കണം, മീഡിയയൊക്കെ സഹായിക്കണം. നമുക്കിനി ഒരു അപകടം വരാനോ ഒരു മരണമില്ലാതെയോ കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തണ്ടേ? എല്ലാവരും കൂടി നടത്തിയാൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. തീർച്ചയായും മിനിസ്റ്ററെ, അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇനി ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാതിരിക്കാൻ കഴിയട്ടെ. ഒരുപാട് നന്ദി മിനിസ്റ്ററെ. നമുക്കൊപ്പം ചേർന്നതിന് ഒരുപാട് തിരക്കുള്ള ദിവസമാണെന്നറിയാം. പറഞ്ഞോളൂ.
ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ കമ്പി താഴെ കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു പ്രത്യേകിച്ച് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വ്യക്തമാണ്. ശരി എന്നാൽ. ഓക്കെ മിനിസ്റ്റർ, താങ്ക് യു.